ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിൽ താമസിച്ചതും ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനത്തെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടുത്തെ സിറ്റി ടൂർ ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടിട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ടിക്കറ്റ് പ്രൈസ് ചോദിച്ചപ്പോൾ അവർ ഒരാൾക്ക് 2 lakh സോമാണ് പറഞ്ഞത്. നമ്മൾ ഹോട്ടലിൽ റൂം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു സിറ്റി ടൂറിൻ്റെ ബസ് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ചോദിച്ചിട്ട് ഉള്ളിൽ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചോദിച്ചപ്പോൾ അവർ 1,75,000 സോമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് 1,75,000 സോം വെച്ചിട്ടും മോൾക്ക് 1 lakh സോമുമാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ 4,50,000 സോമായി. അപ്പോൾ ഞങ്ങൾ അതിൽ കയറാം എന്നുള്ളൊരു തീരുമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് തന്നെ ഒരു ടാക്സി, അതായത് നമ്മളെ സ്ഥലങ്ങളൊക്കെ കൊണ്ടേ കാണിച്ചിട്ട് വരാൻ ഒരു ടൂർ ഗൈഡിനെ പരിചയപ്പെട്ടത്. അയാൾ നമ്മളോട് 5 lakh സോമാണ് ചോദിച്ചത്. സിറ്റി ടൂറിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ അവർ കാണിച്ചു തന്ന എല്ലാ സ്ഥലങ്ങളിലും ആൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. സിറ്റി ടൂറിലാകുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങൾ അവർ ചെറുതായിട്ട് സ്ലോ ആക്കിയിട്ടേ നമുക്ക് കാണിച്ചു തരുള്ളൂ. പക്ഷേ ഇയാളുടെ കൂടെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് നിർത്തി ഇറങ്ങി കണ്ടിട്ട് വരാം. Assalamu alaikum. Hi, how are you, brother? My name is Mir Ali. Maybe going yes, all is Tashkent City Tour, inshallah. നമ്മുടെ താഷ്കെൻറ്റ് സിറ്റി ടൂർ ആരംഭിച്ചിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് താഷ്കെൻറ്റ്. അതുകൊണ്ട് തന്നെ വളരെ ഡെവലപ്പായ ഒരു സിറ്റി കൂടിയാണ് താഷ്കെൻറ്റ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളും അതുപോലെ ഒരുപാട് ഷോപ്പിംഗ് മോൾസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും ഡെവലപ്പായ സ്ഥലമായിട്ട് കൂടി നമുക്ക് ഈ പോകുന്ന വഴിയെല്ലാം ഇഷ്ടം പോലെ വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ഫസ്റ്റ് പോയത് ശാസ്ത്രി സ്ട്രീറ്റിലോട്ടാണ്. ശാസ്ത്രി സ്ട്രീറ്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്ററായ ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. 11 ജാനുവരി 1966 അദ്ദേഹം മരണപ്പെട്ടത്. ഇവിടെ പഴയ പ്രൈം മിനിസ്റ്ററിനോടുള്ള ബഹുമാനപൂർവ്വം അന്ന് ഇവിടെ ഭരിച്ചിരുന്ന USSR ഗവൺമെൻറ് ഒരു മോണുമെൻറ്റ് ബിൽഡ് ചെയ്തു. അതുമാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള ഒരു റോഡിനെ അവർ റീനെയിം ചെയ്തിട്ട് ശാസ്ത്രി സ്ട്രീറ്റ് എന്നുള്ള പേരും നൽകി.
അതിനുശേഷം നമ്മൾ പോയത് ഇവിടുത്തെ താഷ്കെൻറ്റ് TV ടവറിനടുത്തുള്ള ഒരു വാർ മെമ്മോറിയൽ, പിന്നെ അതുപോലെ ഒരു മ്യൂസിയമൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടാണ്. താഷ്കെൻറ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ ഒരുപാട് പഴയ കാലത്ത് യുദ്ധത്തിൽ മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്മാരകമായിട്ട് കുറേ മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണുന്നതാണ് താഷ്കെൻറ്റ് TV ടവർ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വളരെ ഫേമസ് ആയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ബെഷ് കൊസോൺ. ഇവിടെ നമുക്ക് നല്ല ഉസ്ബെക്കിസ്ഥാൻ പുലാവ് കിട്ടും. ഇവിടെ വരുന്നവരെല്ലാവരും വിസിറ്റ് ചെയ്യുന്ന 2 സ്ഥലങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറൊരു ദിവസം ഇടാം, കാരണം അത് ഞങ്ങൾ വേറൊരു ദിവസമാണ് പോയത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇവിടുന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും കുറേ സ്ഥലങ്ങൾ ബോർഡൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആൾക്കാർ തണുത്ത വെള്ളം വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഒരു വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇത് കൂടെയൊക്കെ നടന്ന് നോക്കി. വേണമെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സ്ഥലങ്ങളുണ്ട്.
അവിടെ തന്നെയുള്ള ഒരു മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് പുറത്തു കൂടെ ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ പോയത് മിനാർ മോസ്കിലോട്ടാണ്. താഷ്കണ്ടിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ മിനാർ മോസ്ക്. ഒരുപാട് ബ്ലോഗർമാർ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മിനാർ മോസ്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സുവനിയർ വിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാം. അതുപോലെ ഇവിടെ പഴയ ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന കുറച്ച് ആളുകളെ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും.
വന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. മിനാർ മോസ്കിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചർ കൂടിയാണ് ഈ മിനാർ മോസ്ക്. കുറേ നല്ല ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് പുറത്ത്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജാപ്പനീസ് ഗാർഡൻ ആണ്. താഷ്കെൻഡിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് എന്തായാലും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു 1 to 2 hours മിനിമം സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അഡൽട്ട്സിന് 30,000 സോമും, കുട്ടികൾക്ക് അതായത് 3 to 12 years ഉള്ള കുട്ടികൾക്ക് 20,000 സോമു ആണ്. എബവ് 12 years 30,000 സോമ. ബിലോ 3 years ഫ്രീ ആണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. പക്ഷേ എന്തുകൊണ്ടും വേർത്താണ് ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. കാരണം അത്ര മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ജാപ്പനീസ് ഗാർഡൻ. ഈ പാർക്കിൻ്റെ ഉള്ളിൽ ബോട്ടിംഗ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങിൽ കയറാം. വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടുത്തെ ബോട്ടിങ്. ഞങ്ങളെന്തായാലും അതിന് നിന്നില്ല. ഇവിടെ അതുപോലെ നമുക്ക് ഇരിക്കാനും നടക്കാനും ഉള്ള കുറേ ഏരിയാസ് ഉണ്ട്. പിന്നെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ ഇഷ്ടംപോലെ വെഡ്ഡിങ് പാർട്ടീസ് ഉള്ളിൽ നടക്കുന്നുണ്ട്.
ജാപ്പനീസ് പാർക്കിൻ്റെ ഉള്ളിൽ ഒരു കേബിൾ കാർ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷേ ഇപ്പോൾ അത് എന്തായാലും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സൂ പോലെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 1-2 കഫറ്റേരിയകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാ തോന്നുന്നു. ഇവിടെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ വീക്കെൻഡ്സ് ആകുമ്പോൾ ഫാമിലിയായിട്ട് പാർട്ടീസും അതുപോലെ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളെന്തായാലും ഒരു 1.5 hour ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമ്മുടെ താഷ്കെൻറ്റ് സിറ്റി ടൂറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.